ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂമ ലൈഫിലേക്ക് നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. 2 ആഴ്ചയ്ക്ക് മുൻപ് നോർത്ത് പറവൂരിൽ നിന്ന് ഒരു സഹോദരി അവരുടെ ഇടത് കൈക്ക് അതിശക്തമായ വേദന മൂലം ജോലി ചെയ്യാൻ കഴിയാതെ, ഭാരമുള്ള വസ്തുക്കൾ എടുക്കുവാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ വിളിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അസാധാരണമായ ദൈവശക്തി അവരുടെ കയ്യിലേക്ക് ഇറങ്ങി വന്നു. ഇവർ ആ ദൈവ സാന്നിധ്യം ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചതിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ അവരോട് കൈ ശക്തിയോടെ കുടയുവാൻ ആവശ്യപ്പെട്ടു. അതിശക്തമായിട്ട് അവർ കൈ കുടഞ്ഞു. അനേക വർഷങ്ങൾക്ക് ശേഷം അതിനുശേഷം ഭാരമുള്ള വസ്തുക്കൾ എടുക്കുവാൻ പറഞ്ഞു. അവരോട് ഒരു കസേര എടുക്കുവാൻ പറഞ്ഞു. വെയിറ്റുള്ളൊരു കസേര. അവർ ഒരു കൈ കൊണ്ട് അത്രയും നാളുകൾ സാധിക്കാതിരുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ, ആ കസേര ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അല്പം കൂടെ കടന്ന് ഇത്ര കൂടെ ഭാരമുള്ള ഒരു എന്തെങ്കിലും എടുക്കുവാൻ പറഞ്ഞു. അവർ ആ റൂമിൽ കിടന്നിരുന്ന കട്ടിൽ ഒരു കൈ കൊണ്ട് ശക്തിയോടെ പതിയെ പൊക്കുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. പരിപൂർണമായ സൗഖ്യം ആ സഹോദരിക്ക് കർത്താവ് നൽകിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് സൗഖ്യമാക്കുവാൻ ശക്തനാണ്. നിങ്ങളുടെ ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, കർത്താവിന് മുൻപാകെ കൊണ്ടുവരിക. കർത്താവ് സൗഖ്യപ്പെടുത്തും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും സൗഖ്യവും എല്ലാറ്റിലേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ രക്ഷയും കർത്താവ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകിത്തരും. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായവുമായി ബന്ധപ്പെട്ടാണ്. അതിലെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 32-33 വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകൊരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ഈ നഗരത്തിലേക്ക് വരികയില്ല. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പരിപാലിച്ച്, എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന യഹോവയുടെ അരുളപ്പാട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വേദഭാഗങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം എന്താണ് ഇതിൻ്റെ പശ്ചാത്തലമെന്ന്. ഞാൻ ചെറുതായിട്ട് അതൊന്ന് സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. ഒന്ന് നോർത്തേൺ കിങ്ഡം, പിന്നെ സദേൺ കിങ്ഡം. ഇതിൻ്റെ അകത്ത് സദേൺ കിങ്ഡം, അതായത് യഹൂദ രാജ്യത്തിൽ സത്യത്തിൽ ആ യഹൂദ രാജാക്കന്മാരെല്ലാം ദൈവവുമായിട്ട് വിശ്വസ്തത പുലർത്തിയിരുന്ന രാജാക്കന്മാരായിരുന്നു. പക്ഷേ വടക്കൻ രാജ്യത്തിലെ രാജാക്കന്മാരെല്ലാം മിക്കവാറും തന്നെ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ ഈ യഹൂദ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്ന. രാജാവിൻ്റെ പേര് ഹിസ്കിയാവ് എന്നായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നു, ദൈവത്തോട് ചേർന്നിരുന്നു. ഇസ്രായേലിൽ, അതായത് സദേൺ കിങ്ഡത്തിൽ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു വലിയൊരു ആത്മീക മുന്നേറ്റത്തിനൊക്കെ കാരണമാകുന്ന രീതിയിൽ അദ്ദേഹം ഭരണം കാഴ്ചവെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അശ്ശൂർ രാജാവ് ആ കാലഘട്ടത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ശക്തനായിട്ടുള്ള രാജാവായിരുന്നു അശ്ശൂർ രാജ്യത്തിൻ്റെ രാജാവ്. ഈ അശ്ശൂർ രാജ്യത്തിൻ്റെ രാജാവ് എല്ലാ രാജ്യങ്ങളെയും ഏകദേശം കീഴ്പ്പെടുത്തി. ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്ന വടക്കൻ രാജ്യത്തെയും കീഴ്പ്പെടുത്തിയിട്ടുള്ളൊരു വരവാണ്. ഇനി ഇവർക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് ഈ ഹിസ്കിയാവിൻ്റെ രാജ്യമാണ്. നമുക്കറിയാം, ഹിസ്കിയ രാജാവ് ദൈവത്തോട് ചേർന്നിരുന്നു. ഈ അശ്ശൂർ രാജാവിന് എല്ലാവരും ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ രാജാവ് ടാക്സ് കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് കീഴ്പ്പെടുവാനോ അദ്ദേഹത്തിൻ്റെ മുൻഭാഗം മുട്ടുകുത്തുവാനോ ഒന്നും തയ്യാറല്ലാതിരുന്ന ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ക്രോധം, രോഷമൊക്കെ ഈ അശ്ശൂർ രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഈ അശ്ശൂർ രാജാവ് ഈ തെക്കേ രാജ്യത്തിലെ ഹിസ്കിയ രാജാവിൻ്റെ രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറി വന്നു. അവിടെയുള്ള ചില പട്ടണങ്ങളെ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, വളരെയധികം ഭീതികരമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളെല്ലാം പരിഭ്രമിച്ചു. പ്രത്യേകിച്ച് രാജാവ് വളരെയധികം ഭയപ്പെട്ടു പോയി. അദ്ദേഹം ചെയ്ത കാര്യം, ദൈവത്തിൻ്റെ ആലയത്തിലിരുന്ന ഈ പൊന്നുകൊണ്ട് പതിപ്പിച്ചു വെച്ചിരുന്ന, ആലയത്തിലും മതിലിലും തൂണുകളിലും മേൽ വെച്ചിരുന്ന പൊന്നുകളെല്ലാം പറിച്ചെടുത്തുകൊണ്ട് രാജാവിനുകൊണ്ട് കാഴ്ചവെച്ചു. കാരണം അതുപോലെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. കാരണം എല്ലാ രാജ്യങ്ങളും കീഴ്പ്പെട്ട് കഴിഞ്ഞു. മിക്കവാറും പേരെല്ലാം
അശ്ശൂർ രാജാവിന് മുൻപിൽ ഒന്നുമല്ലാതായിപ്പോയി. അങ്ങനെ ശക്തമായ ആ ഒരു രാജാവിന് മുൻപിൽ ഹിസ്കിയ രാജാവിന് ഒന്നും ചെയ്യാൻ കഴിയാതെയുള്ള ഒരു അവസ്ഥയായിപ്പോയി. പക്ഷെ അദ്ദേഹം ദൈവത്തെ സേവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഹിസ്കിയ രാജാവ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഹിസ്കിയ രാജാവിനെ പോലെ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നു, ദൈവത്തിൻ്റെ ഹിതം വിട്ടോ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ വിട്ടോ ഞാൻ മാറിയിട്ടില്ല. എന്നോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന ചിലർ എന്നോട് ഇപ്രകാരം സംസാരിക്കാറുണ്ട്, പ്രിയ ദേവദാസനെ, ബ്രദറെ, പലപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മധ്യത്തിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ അടുക്കൽ തന്നെയുണ്ട്. കർത്താവ് അതുടൻ തന്നെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. നോക്കുക, ഇദ്ദേഹം അതിക്രമിച്ച് യഹൂദ രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളെ ചതിക്കുന്ന രീതിയിൽ, അവിടെയുള്ള ജനങ്ങളെ മനം മാറ്റുന്ന രീതിയിൽ, അവരെ ഒരു പ്രത്യേക ട്രാപ്പിൻ്റെ അകത്ത് പെടുത്തുന്ന രീതിയിൽ അശ്ശൂർ രാജാവിൻ്റെ ആളുകൾ സംസാരിക്കുകയാണ്. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. 25-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾ വന്നിരിക്കുന്നത്, അശ്ശൂർ സൈന്യം പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, ഈ അശ്ശൂർ രാജാവ് ദൈവത്തിൻ്റെ മക്കളുടെ ഗണത്തിൽപ്പെടുന്ന രാജാവല്ലായിരുന്നു. കാരണം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് പുറത്ത് ജീവിക്കുന്ന വിജാതീയമായിട്ടുള്ള സംസ്കാരങ്ങളിൽ കൂടെയും വ്യവസ്ഥകളിൽ കൂടെയും ജീവിച്ചു വന്നിരുന്ന അശ്ശൂർ രാജാവ് ദൈവത്തിൻ്റെ ഹിതത്തിലോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോ പെട്ട ഒരു രാജാവോ വ്യവസ്ഥിതിയോ ഒന്നുമല്ലായിരുന്നു ആ രാജ്യത്തുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജാവ് വന്നിട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളോടും ഇവിടുത്തെ യഹൂദ രാജ്യത്തിലെ മക്കളോടും പറയുകയാണ്, ഞങ്ങൾ വന്നിരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണ്, ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെട്ട് യുദ്ധത്തിന് നിങ്ങളുടെ രാജ്യത്തിന് നേരെ വന്നിരിക്കുന്നത്. നോക്കുക പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വലിയ ചതിയാണ് ദൈവത്തിന് മുൻപാകെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് യഹൂദ ജനത്തെ വഞ്ചിക്കുന്നൊരവസ്ഥ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ ദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പേരിൽ, പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ തന്നെ അവർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുന്ന, ചൂഷണം ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ ദൈവജനത്തെ കബളിപ്പിക്കുകയാണ്. പക്ഷേ ഈ സമയത്തൊന്നും ദൈവം ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ ആലയത്തിലെ ഈ പൊന്ന്, ഈ സ്വർണ്ണം എല്ലാം എടുത്ത് പറിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോഴും, കാരണം ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ്. ആ സങ്കേതത്തെ, ആ രാജ്യത്തുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരണം. എല്ലാ വർഷങ്ങളും അവർ വന്ന് കടന്നു പോകും. അങ്ങനെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു സ്മാരകത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു മന്ദിരത്തിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില കൂടിയതായ ആ പൊന്നെടുത്തുകൊണ്ട് മറ്റൊരു രാജാവിന് അടിമത്വം പോലെ, അടിമയായി തീർന്നതുപോലെ കാഴ്ചവെക്കുന്നൊരവസ്ഥ ആ രാജ്യത്തിലെ ഏറ്റവും വലിയ നിരാശജനകമായ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ദൈവം തൻ്റെ പ്രവൃത്തി അയക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. നമുക്കറിയാം, പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ ദൈവജനത്തെ ചൂഷണം ചെയ്യാൻ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അവിടെ ദൈവം നേരിട്ട് ഇടപെട്ട് ശിക്ഷാവധി അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ദൈവം ഒരു ശിക്ഷാവധി അയക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ജനത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും, മാത്രമല്ല അതിനുശേഷമുള്ള ചില വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള ഇസ്രായേലിലുള്ള, അല്ലെങ്കിൽ ഈ തെക്കൻ രാജ്യത്തിലെ അവർ പറയുകയാണ്, ഹിസ്കിയ രാജാവിൻ്റെ ഒഫീഷ്യൽസ് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ യഹൂദ ഭാഷയിൽ സംസാരിക്കില്ലേ, നിങ്ങൾ അരാം ഭാഷയിൽ സംസാരിച്ചോ, കാരണം ഞങ്ങളുടെ ജനങ്ങൾ കേൾക്കുമ്പോൾ അവർ പരിഭ്രമിക്കും, അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, ഞങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അത് കൈക്കൊള്ളാതെ ദൈവജനത്തെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കബളിപ്പിക്കുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല അതിനുശേഷം വായിച്ചു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയും. അശ്ശൂര്യര് ചോദിക്കുകയാണ്, അവിടെയും ഇവിടെയുള്ള ദേവന്മാരൊന്നും അശ്ശൂർ രാജാവിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവരുടെ ശക്തി കൊണ്ടൊന്നും കഴിഞ്ഞില്ല. മറ്റു പല ദേവന്മാരും ശ്രമിച്ചിട്ട് പോലും ഞങ്ങളുടെ അശ്ശൂർ രാജാവിൻ്റെ അടുത്തു നിന്ന് ജയിക്കാൻ വേണ്ടി അവർക്കാർക്കും കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരവസ്ഥ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കുക, മറ്റു ദൈവങ്ങളെ വെച്ചുകൊണ്ട്, അന്യദൈവങ്ങളെ വെച്ചുകൊണ്ട് സത്യദൈവത്തെ കമ്പയർ ചെയ്യുന്നൊരു അനുഭവം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വളരെയധികം ശോചനകരമായ അവസ്ഥയ്ക്കകത്തും ദൈവം
അവിടെ നിശബ്ദമായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല അവർ പറയുകയാണ്, ഹിസ്കിയാവ് നിങ്ങളോട് പറയുകയാണ്, ഇവരുടെ ഈ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്ന ഹിസ്കിയാവ് പറയുന്ന വാക്ക് നിങ്ങൾ വിശ്വസിക്കരുത്. യഹോവ നിങ്ങളെ വിടുവിക്കും, അല്ലെങ്കിൽ ഹിസ്കിയ രാജാവ് നിങ്ങളെ വിടുവിക്കും എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകരുത്. കാരണം അദ്ദേഹം ഫോഷ്ക്ക് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ വീണ്ടും വീണ്ടും വഞ്ചിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന അവസ്ഥകൾ ആ അധ്യായത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലൊന്നും ദൈവം മിണ്ടുന്നില്ല. ദൈവം നിശബ്ദനായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിലൊന്നും ദൈവം ഒരു അത്ഭുത പ്രവൃത്തി അവിടെ അയക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ദൈവം ശാന്തമായിട്ട് സംസാരിക്കുന്ന രംഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, പക്ഷെ ഒരു പ്രവൃത്തി അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. അത്രമാത്രം പ്രശ്നകലുഷിതമായ അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സാക്ഷാൽ ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ട അവസ്ഥയിലേക്ക് പോലും ഭാവി കാലത്ത് ഇരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിനെ തകർത്തു കളയാൻ വേണ്ടി, കാരണം ശമര്യ തകർന്നുപോയി, ഇസ്രായേൽ രാജ്യം തകർന്നുപോയി, വടക്കൻ രാജ്യം തകർന്നുപോയി, ഇനി തെക്കൻ രാജ്യം മാത്രമേ ഉള്ളൂ. ചില നഗരങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി യെരുശലേം പിടിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അപ്പോഴും ദൈവം അവിടെ നിശബ്ദനായി, അല്ലെങ്കിൽ ദൈവം ഒരു അത്ഭുത പ്രവൃത്തി ഇസ്രായേലിന് വേണ്ടി കാഴ്ചവെക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, പലപ്പോഴും പലവിധമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിട്ടും പലവിധമായ ഫെയിലേഴ്സിൽ കൂടെ കടന്നുപോയിട്ടും ദൈവം എന്തുകൊണ്ട് എന്നോട് ഇടപെടുന്നില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ള ചിന്താഗതികളിലാണോ നിങ്ങളിതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അത് ദൈവത്തിന് സ്നേഹമില്ലാത്ത കൊണ്ടാണോ? ഇനി ഞാൻ എവിടെയോ ചില പ്രശ്നങ്ങൾക്കകത്ത് പെട്ടുപോയോ? രണ്ട് കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന്, നമ്മുടെ കുറവുകൾ കൊണ്ടും കുറ്റങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി തടയപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സമയത്ത് മാത്രം നടക്കേണ്ട ചില അത്ഭുത പ്രവൃത്തികളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്കിൽ തന്നെ ആയിരിക്കും, ദൈവമായിട്ട് ആ ഉടമ്പടിയിൽ വ്യവസ്ഥയിൽ തന്നെയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അപ്പോഴും ദൈവത്തിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ ഹിതത്തിൽ ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങളുണ്ട്. നോക്കുക, ഇവിടെ അസീറിയൻ സൈന്യം എല്ലാ രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ട് യെരുശലേമിലേക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സമയത്ത് ആ മിഡിൽ ഈസ്റ്റിൽ ആ ഒരു ഭൂഭാഗത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അശൂര്യരുടെ രാജ്യം, അശൂര്യ രാജാവ്. ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താനായിട്ട് വേറെ ഒരു ശക്തിയുമില്ല. അപ്പോൾ ലോകമെങ്കും മുഴങ്ങി നിൽക്കുന്ന ഈ സൈന്യം വന്ന് നിന്നപ്പോഴും ദൈവം നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ പ്രവാചകനിൽ കൂടി ഒരു ദൂത് വരുന്നത്. അതാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം. ഞാനതൊന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിന് നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. നോക്കുക പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഒരു അമ്പും ഈ ദേശത്ത് എയ്യുകയില്ല. സത്യത്തിൽ അത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം എല്ലാം കീഴ്പ്പെടുത്തി വരുന്ന ഒരു രാജാവിന് ഒരു അമ്പ് ചെയ്യാനാണോ പ്രയാസം? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പ്രവാചകനിൽ കൂടെ പറയുകയാണ്, അവൻ്റെ ഒരു അമ്പും ഈ ദേശത്ത് വന്ന് തറയ്ക്കുകയില്ല. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം, ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ചില വാഗ്ദത്തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി, നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കി, നിങ്ങളുടെ അവസ്ഥകളെ നോക്കി കർത്താവ് പറയുകയാണ്, അവൻ്റെ ഒരു അമ്പും നിങ്ങളെ എയ്യാൻ പോകുകയില്ല. ശത്രുവിൻ്റെ, പിശാചിൻ്റെ ഒരു കെണിയും നിങ്ങൾക്ക് മുൻപാകെ അടുക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം മുൻപാകെ നെടുമ്പാട വീണ് ദൈവത്തിന് മുൻപാകെ നമ്മുടെ കുറ്റങ്ങൾ, കുറവുകൾ സമ്മതിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ ആണെങ്കിൽ ദൈവത്തിന് ഒരിക്കലും തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ പല പുസ്തകങ്ങളിലും നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ദൈവം മുൻപാകെ കരഞ്ഞ് നിലവിളിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന തൻ്റെ ജനത്തെ ഒരിടത്തും കൈവിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. ദൈവത്തെ സേവിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തത ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നോക്കുക, അസാധ്യതകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാരണവശാലും രാജ്യം ജയിക്കാൻ പോകുന്നില്ല. കാരണം സൈന്യബലം കൊണ്ടും എല്ലാ സംവിധാനങ്ങൾ കൊണ്ടും അശൂര്യ രാജ്യം അസാധാരണമായ നിലയിൽ ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും ദൈവജനത്തിന് ജയിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. പക്ഷെ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയില്ലാതിരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നിൽക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന, ഭയവിഹ്വലരായിട്ട് രാജാവും പരിവാരങ്ങളും എല്ലാവരും വളരെയധികം താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന
വിശ്വസിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നത്, അവൻ്റെ ഒരു അമ്പും ഇവിടെ എയ്യുകയില്ല, ഈ ദേശത്തെ വാടകോരുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇടിച്ചു നിരത്തി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. നോക്കുക, ഈ സമയത്ത് കർത്താവ് പറയുന്ന പ്രവചനത്തെ വിശ്വസിക്കാൻ നാം തയ്യാറുണ്ടോ? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് ദൈവം പറഞ്ഞ വിശ്വസിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? അതോ നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവം പറഞ്ഞ വാക്കിനെ കോട്ടിക്കളയുകയാണ് ചെയ്യുന്നത്? നോക്കുക, ഇവിടെ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ യഹൂദ രാജ്യത്തിന് ദൈവം പറഞ്ഞ, അല്ലെങ്കിൽ പ്രവാചകനിൽ കൂടി ദൈവം പറഞ്ഞ അരുളപ്പാട് വിശ്വസിക്കേണ്ട യാതൊരു ലോജിക്കും അവിടെ ഇല്ല. കാരണം എന്താ? ബുദ്ധി കൊണ്ട് ഒരിക്കലും ജയിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ് അവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാമോ, ദൈവം പറഞ്ഞ, പ്രവാചകനിൽ കൂടെ ദൂത് പറഞ്ഞ സമയത്ത്, ആ സമയം വരെ ദൈവം ഒരു പ്രവൃത്തി പോലും, ഒരു അത്ഭുതം പോലും ചെയ്യാതെ നിശബ്ദനായിരിക്കുന്നത് പോലെ നിന്നിട്ട് ദൈവം പറയുകയാണ്, അവസാനം പറയുകയാണ്, ദേശത്തെ അവൻ തൊടുകയില്ല. ഒരു സാമ്രാജ്യ അധിപൻ പോലെ നിൽക്കുന്ന അശൂര് രാജാവ് സെൻകരീബ് നിന്നെ തൊടാൻ പോകുകയില്ല എന്ന് ദൂത് പറയുന്ന ഒരവസ്ഥ നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാനൊരു സാക്ഷ്യം കൂടി ഇതിനു മുൻപ് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒരാഴ്ച മുൻപ് ഒരു സഹോദരൻ എന്നെ ഫോണിൽ കൂടെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്ന വലിയ പ്രതിസന്ധികൾക്കകത്തുനിന്ന് അദ്ദേഹത്തെ കർത്താവ് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സഹോദരൻ അപ്പോൾ തന്നെ എൻ്റെ ഫോൺ നമ്പർ UK തൻ്റെ സഹോദരൻ അയച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹം എന്നെ രാത്രി സമയത്ത് തന്നെ വിളിച്ചു. വിളിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം വളരെയധികം ടെൻസ്ഡായിട്ട്, വളരെയധികം ഭാരത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒത്തിരി തവണ ശ്രമിച്ചു, പക്ഷേ എക്സാമുകൾ ജയിക്കുവാൻ കഴിയുന്നില്ല. അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പക്ഷേ ഇദ്ദേഹം 7 തവണ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കകത്താണ് വിളിക്കുന്നത്. കാരണം അതുപോലെ പരാജയം. ഒത്തിരി ജോലികൾക്ക് വേണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്തു, പക്ഷേ ഒരു ജോലിയും അദ്ദേഹത്തിന് കിട്ടിയില്ല. വളരെയധികം പ്രയാസത്തിൽ കൂടെ ആ മകൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് സത്യത്തിൽ അദ്ദേഹം വളരെയധികം പാനിക്ഡ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ ഫോൺ വിളിക്കകത്ത് ഒരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ സമയം, പ്രവാചകനിൽ കൂടെ ഇസ്രായേലിനോട് ദൂത് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ സമയം ആ മകന് അടുക്കാറായിരുന്നു. ഹല്ലേലൂയ. ഞാൻ വെള്ളം പ്രാർത്ഥിച്ച്, ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ച് ആ മകനോട് വെള്ളം കുടിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു വലിയ ദൈവശക്തി ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ മകൻ്റെ മേൽ അനേക നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് അടച്ചു വെച്ചിരുന്ന ചില വാതിലുകൾ തുറക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. പറഞ്ഞു, ബ്രദറെ, നാളെ എനിക്ക് 8ാമത്തെ ടെസ്റ്റ് ഞാൻ എഴുതാൻ പോവുകയാണ്. ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഭയത്തോടുകൂടെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നിയോഗം തന്നു. പ്രവാചകനിൽ കൂടെ പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്പും ഈ ദേശത്ത് അയ്യുകയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ടെസ്റ്റിൽ വിജയം തരുമെന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകി. മാത്രമല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വാച്ച് അടയാളമായിട്ട് ദൈവം കാണിച്ചു. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത്ര സമയത്തിനകത്ത് ഈ ടെസ്റ്റ് എഴുതി പാസ്സാവണം. 50 ക്വസ്റ്റ്യൻസിനകത്ത് 45 എണ്ണം ജയിച്ചാൽ മാത്രമേ എക്സാം പാസ്സാകത്തുള്ളൂ. അങ്ങനെ 2 ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ബ്രദറെ, പ്രാർത്ഥിക്കണം. ആ ദൂത് ദൈവാത്മാവ് പറഞ്ഞതും ഈ വാച്ചിലൂടെ കർത്താവ് കാണിച്ച ദർശനം ഈ മകൻ അതുപോലെ വിശ്വസിച്ചു. വിശ്വാസത്തോടു കൂടി അദ്ദേഹം എക്സാം എഴുതാൻ പോയി. പിറ്റേ ദിവസം വൈകിട്ട്, അതായത് ഇന്ത്യൻ സമയം രാത്രി സമയത്താണെന്ന് തോന്നുന്നു, എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ വാട്സാപ്പിനകത്ത് മെസ്സേജ് ഞാൻ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എക്സാം എഴുതി ജയിച്ചതിൻ്റെ ആ സ്ലിപ്പ്, ആ കൺഫർമേഷൻ സ്ലിപ്പ് അദ്ദേഹം ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നിരിക്കുവാണ്. അദ്ദേഹം ഫോൺ വിളിച്ച് എന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ജയിച്ചു. ഇത് ഭയങ്കര അത്ഭുതമാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ആ ബ്രദർ എന്നോട് സംസാരിക്കുകയാണ്. 7 പ്രാവശ്യം തോറ്റു, 8ാമത്തെ പ്രാവശ്യം ദൈവം ജയം കൊടുത്തു. അദ്ദേഹം ആ സ്ലിപ്പുമായിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. തൻ്റെ കുടുംബത്തെ, തൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം സന്തോഷത്തോടെ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നോക്കുക, എത്ര വലിയ അത്ഭുതമാണ് കർത്താവ് ആ മകന് ചെയ്തു കൊടുത്തത്. അനേക വർഷങ്ങളായിട്ട്, അനേക നാളുകളായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കകത്തും ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കണ്ണുനീരോടുകൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അനേക തവണ ശ്രമിച്ചു, നടന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു?
ഹിസ്കിയാവിനെ പോലെ വിശ്വസ്തനായി നിന്നിട്ടും ദൈവം ഇത് അനുവദിക്കുകയാണോ എന്നുള്ള ചോദ്യം ചിലപ്പോൾ അവർക്ക് ജനത്തിനുണ്ടായിരുന്നായിരിക്കാം. എന്നാൽ അവർ വടക്കൻ രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തങ്ങൾ മറ്റു രാജ്യക്കാരെ പോലെ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് അത്ര ഓടിപ്പോയിട്ടില്ല. ഇനി ഓടിപ്പോയിട്ട് ഉണ്ടെങ്കിൽ തന്നെയും തങ്ങളുടെ രാജാവ് വിശ്വസ്തനാണ്. അവരെല്ലാവരും ഏറെക്കുറെ അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നല്ല മനുഷ്യരാണ്. പക്ഷേ എന്നിട്ടും ദൈവം ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ലോകം മുഴുവൻ, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി, ആ അന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ, യഹൂദ രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് ഏകദേശം കീഴ്പ്പെടുത്തി കഴിഞ്ഞ ശേഷം യഹൂദ രാജ്യത്തിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വലിയൊരു പേരുണ്ടായിരുന്നു. അശൂര്യ രാജ്യത്തിന് വലിയൊരു പേരുണ്ടായിരുന്നു. ആ പേര് സത്യത്തിൽ അഡ്രസ്സ് അവർക്ക് മുൻപിൽ നിൽക്കുകയാണ്. കാരണം അവരാണ് ഏറ്റവും വലിയ ശക്തരെന്നുള്ള ഒരു അഹങ്കാരം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു അത്ഭുതം അവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ആ പ്രവചന ദൂത് പറഞ്ഞതിൻ്റെ അന്ന് രാത്രി, ആ പ്രവചന ദൂത് പറഞ്ഞതിന് ശേഷം രാത്രി സമയത്ത് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. ആ ദൂത് പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഹോവയുടെ ദൂതൻ അശൂര്യ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പേര് പട്ടുപോകുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കുക പ്രിയപ്പെട്ടവരെ, ഇത്രയും നാളും അഹങ്കാരത്തോടുകൂടെ നിന്ന, രാജ്യങ്ങളെ വിറപ്പിച്ചുകൊണ്ട് നിന്ന സൈന്യത്തിൻ്റെ അഡ്രസ്സ് പോലും തുടച്ചു മാറ്റത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ഒറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ ദൂതനെ വെച്ചുകൊണ്ട് 1,85,000 പേരെ തകർത്ത് കളയുന്ന രീതിയിൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ ഭൂതലത്തിൽ പോലും സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് പോലും, അവരുടെ പേര് പോലും മായ്ച്ചു കളയുന്ന രീതിയിലേക്ക്, ഇങ്ങനെ ഒരു യുദ്ധസംഭവം പോലും നടക്കാത്ത ഒരു രീതിയിലേക്ക് അശൂര്യ സൈന്യത്തെ ദൈവം തകർത്ത് കളയുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നോക്കുക, ദൈവം എത്ര ശക്തനാണ്. ഇത്രയും നാളുകൾ ദൈവം ഒരു അത്ഭുതം ചെയ്യാതിരുന്നിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് പൊന്ന് പറിച്ചെടുത്തുകൊണ്ട് രാജാവിനെ കാഴ്ചവെച്ചപ്പോൾ, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ സ്വന്തമായതിനെ എടുത്തുകൊണ്ട് പോയപ്പോഴും ദൈവം അവിടെ പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്ന് സ്വന്തം ഭാഷയിൽ സംസാരിക്കില്ലേ, അരാം ഭാഷയിൽ നിങ്ങൾ സംസാരിച്ചോ എന്ന് നിലവിളിക്കുന്ന അത്രമാത്രം ഹൃദയഭേദകമായ കാഴ്ചയ്ക്കകത്തും ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ യുദ്ധത്തിന് വന്നതെന്ന് പറഞ്ഞപ്പോഴും, ഭോഷ്ക് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. മറ്റു ദേവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുന്നത്. ഹിസ്കിയാവിൻ്റെ വാക്ക് നിങ്ങൾ കേട്ട് വിശ്വസിച്ചിരിക്കുകയാണോ, അദ്ദേഹം നിങ്ങളെ പറ്റിക്കുകയാണെന്ന് പറയുമ്പോഴും ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി പോലും ചോദ്യം ചെയ്യുന്ന ഇങ്ങനെ ഒരു സന്ദർഭത്തിൻ്റെ അകത്ത് ദൈവം മിണ്ടാതിരിക്കുകയാണോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി പോലും ചോദ്യം ചെയ്യുന്ന സമയത്ത് ദൈവം മിണ്ടാതിരിക്കുകയാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഇവിടെ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നോക്കുക, ഏകദേശം 30 മൈൽ അകലെ, യെരുശലേമിനെ 30 മൈൽ അകലെ തമ്പടിച്ചിരിക്കുന്ന ഈ അസിറിയൻ മിലിറ്ററി ക്യാമ്പിലേക്ക് ഒരൊറ്റ ദൂതനെ അയച്ചുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് വിടുവിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, അവരുടെ അഡ്രസ്സ് പോലും മായ്ച്ചു കളയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തെളിയിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൻ്റെ അകത്ത്, പ്രതിസന്ധിക്ക് അകത്ത് കർത്താവിന് വിടുതൽ അയക്കുവാൻ കഴിയും. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. 100 കണക്കിന് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങൾ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഒരുപക്ഷെ കർത്താവ് ഡിലേ വരുത്തിയതിൻ്റെ കാരണം അവസാനത്തേതിൽ അവരുടെ പേരുകൾ പോലും മായ്ച്ചു കളയത്തക്ക രീതിയിൽ, ആ സൈന്യത്തിൻ്റെ പേര് പോലും മായ്ച്ചു കളയത്തക്ക രീതിയിലുള്ള ഒരു അത്ഭുതത്തിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ കർത്താവ് താമസിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പരിപൂർണമായിട്ട് കീഴ്പ്പെടുത്തുന്ന അവസ്ഥ, ഇതുപോലെ ഒരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയുമായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തൊരു അത്ഭുതത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ദൈവം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചു. ഒരു അമ്പും എയ്യുകയില്ല എന്ന് പ്രവാചകൻ പറയുമ്പോൾ, അതായത് 30 മൈൽ അകലെ നിൽക്കുന്ന, യെരുശലേമിനപ്പുറം നിൽക്കുന്ന സൈന്യത്തിൻ്റെ ആ ഒരു സാന്നിധ്യമുള്ളപ്പോൾ ഒരു അമ്പു എയ്യത്തില്ല എന്ന് പറയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കാവുന്ന ആ ഒരു കാര്യത്തിൽ അവർ വിശ്വസിക്കുവാൻ തയ്യാറായി.
അതാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് കാരണമായിട്ട് മാറിയത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക, സ്വീകരിക്കുക. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സമയം ഇപ്പോഴാണ്. വിശ്വസിക്കാൻ തയ്യാറാകുക, അത് പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അനേക വർഷങ്ങളായിട്ട്, അനേക മാസങ്ങളായിട്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി അങ്ങയുടെ ജനം കാത്തിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ദൈവം എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ള ചിന്താഗതികൾക്കകത്തിരുന്ന ഉരുകുന്ന അങ്ങയുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ, അവരുടെ അകത്തൊരു വിശ്വാസം കർത്താവ് ഇപ്പോൾ വർദ്ധിക്കണമേ. കാരണം ദൈവം ഒരിക്കലും കൈവിട്ടിട്ടല്ല. ദൈവത്തിൻ്റെ ഉത്തരം അൾട്ടിമേറ്റാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും അസാധാരണമാണ്. അതിൽ വിശ്വസിക്കാനുള്ള കൃപ കർത്താവർക്ക് കൊടുക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളിൽ ദൈവത്തിൻ്റെ ശക്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്ക് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗശക്തികളും അവരുടെ ശരീരം വിട്ടിപ്പോൾ മാറിപ്പോകട്ടെ. അവർ തങ്ങളുടെ ചങ്കിലും തലയിലും കൈവച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതങ്ങൾ വിട്ട് മാറിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അധികാരത്തോടെ പുറത്താക്കുന്നു. സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്കകത്ത്, രോഗസംബന്ധമായ അനേക നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് അവർ ചുമക്കുന്ന രോഗങ്ങൾക്കകത്ത് ഈ നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി അവരുടെ ശരീരത്തിലേക്ക് പാഞ്ഞിറങ്ങി പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. പൂർണ്ണമായിട്ടുള്ള വിടുതൽ കർത്താവ് കൊടുക്കണമേ. എല്ലാറ്റിലുപരിയായിട്ട് സൗഖ്യത്തെക്കാളും വിടുതലുകളെക്കാളും ഉപരിയായിട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവ് അതിന് കൃപ ചെയ്തതിനെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവരോട് സംസാരിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.